ഹായ്, ഇപ്പം യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു സാധനം ഞാൻ വാങ്ങിച്ചു. അപ്പം അതിൻ്റെ റിവ്യൂ നമുക്ക് കാണാം. ഗസ് ചെയ്യാവോ എന്തുവാ സാധനം എന്ന്? ഒരു ഹെയർ പ്രൊഡക്റ്റ് ആണ്, ഹെയർ സ്റ്റൈലും. പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം. കാരണം ഞാൻ ഇന്നേ വരെ വാങ്ങിച്ചിട്ടുള്ള ഒറ്റ സാധനങ്ങൾ, ഇലക്ട്രിക്കൽ സാധനങ്ങൾ പോലും മര്യാദയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കാര്യത്തിൽ അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും നമുക്ക് നോക്കാം. അത്യാവശ്യം വലിയൊരു ബോക്സാണ്. ഇത് എത്രത്തോളം ഹാൻഡി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും പാക്കേജിങ് ഒക്കെ നല്ല സേഫ് ആൻഡ് സെറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ അത്യാവശ്യം വലിയ ബോക്സാണ്. നമുക്കത് ഓപ്പൺ ചെയ്യാം. അങ്ങനെയല്ലേ? ഓപ്പൺ ബോക്സ് ഡെലിവറി ആണേ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തേക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സിനൊക്കെ ഓപ്പൺ ബോക്സ് ഡെലിവറിയാണ്. പക്ഷേ ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ടും ഇത് ഹോസ്റ്റലിലോട്ട് വന്നതുകൊണ്ടും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതിനകത്ത് സാധനം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നോക്കാം. എൻ്റെ ഒരു എരണം വെച്ച് വരരുതാത്തതാ. നല്ല കനമാണ്. നമുക്ക് തുറന്ന് നോക്കാം. എന്താടാ, പാക്കറ്റ് മാത്രമോ? പാക്കറ്റിനകത്ത് പാക്കറ്റ് ആക്രാന്തം കൊണ്ട് ഞാൻ വേറെ ഇരിക്കുന്നു. സാധനം എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു യൂസർ മാനുവൽ ഇല്ല നോക്കാം. എന്തൊക്കെയുണ്ടത്? മേക്ക് മീ ബോൾഡിന്റെ ഹോട്ട് എയർ ബ്രഷാണ് ഞാൻ വാങ്ങിച്ചത്. ഇന്നത്തെ ഹീറ്റ് മോഡും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് യൂസർ മാനുവൽ ഇതിൻ്റെ അതിലേട്ട്. ഇനി നമുക്ക് ശരിക്കും ഇവനൊന്ന് പൊട്ടിച്ചോടാം. ജെനുവിൻ റിവ്യൂ ആയിരിക്കും. കാരണം ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. വേറെന്തോ ഒരു സാധനം എന്താടാ? ഇത് സ്കാൻ ചെയ്താലും യൂസർ മാനുവൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പാക്കേജിങ് കണ്ടപ്പോൾ ഞാൻ വെച്ച് അത്യാവശ്യം വലുതാണ്. പക്ഷെ ഇത്ര ഹാൻഡിയാണ്. പറ്റിച്ച് ഞാൻ കറണ്ട് കുത്തിയിട്ടില്ല. ഞാൻ ഹോസ്റ്റലിലാണ് ഗൈസ്. സോ ഇത് യൂസ് ചെയ്യുന്ന വീഡിയോ എടുക്കാനുള്ളൊരു നിവർത്തി എനിക്കില്ല. പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ആദ്യത്തെ വല്ലിൽ തന്നെ എൻ്റെ ഒരു 3-4 മുടി പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹീറ്റ് സെറ്റിങ്സ് നോക്കട്ടെ. നല്ല സ്ലീക്കാ, കാണാൻ നല്ല സ്ലീക്കാ. പിന്നെ മാറ്റ് ഫിനിഷാ, റോസ് ഗോൾഡ് കളർ. ഓക്കെ, ഇവിടെയാണ് ഇതിന്റെ ഹീറ്റ് മോഡ്സ് വരുന്നത്. കണ്ടോ? ഹീറ്റ് മോഡ് ഇത് ഓഫ് മോഡാ. വാം, ലോ, മീഡിയം, ഹൈ. ഇതിപ്പോ ഹൈയിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചാൽ ഓക്കെ. സോ ഞാൻ ഒന്ന് ഹെയർ സ്റ്റൈൽ ചെയ്ത് നോക്കാം. നോക്കിയിട്ട് റിവ്യൂ പറയാം. ഓക്കെ. സോ ഗൈസ്, ഞാൻ ചാർജിൽ വെച്ചിട്ടുണ്ട്. നല്ല സൗണ്ട് ഉണ്ടേ. ബ്ലോ ഡ്രയറിനും നല്ല സൗണ്ട് ഉണ്ട്. അതിലും കുറച്ചുകൂടെ സൗണ്ട് ഉണ്ട്. എനിക്കറിയത്തില്ല എങ്ങനെയാവും.
വാമിൽ തന്നെ അത്യാവശ്യം നല്ല സൗണ്ടും. പക്ഷെ ഇവിടെ ഇങ്ങനെ നമുക്ക് പിടിക്കുമ്പോൾ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഐ തിങ്ക് ഇതിനകത്തെ കോയിൽ, ഇതിനകത്തെ ഈ സാധനം ചൂടാവുന്നുണ്ട്. നോക്കാം. ബേസിക്കലി ഇത് ഞാൻ കുറച്ച് 2x മോഡിലിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത്. കാരണം അതിൽ ഭയങ്കര സൗണ്ടാണ്. കുറച്ചൊരു ഫോഴ്സ് കൊടുത്തിട്ട് നന്നായിട്ട് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് വരും. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എൻ്റെ ഹെയർ കുറച്ചും കൂടെ നല്ല ഫ്രിസി ആയതുകൊണ്ട് ഇച്ചിരി സമയം എടുത്തു, എന്നാലും നല്ല സിൽക്കി ആയിട്ട് വരുന്നുണ്ട്. സെറ്റായിട്ടുണ്ട്. കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ ചെറിയ സെക്ഷൻസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കും. പക്ഷെ എനിക്കതിനുള്ള മടിയുള്ളതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ചെയ്തുകൊണ്ടും നല്ല ഷൈനി ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ, കുറച്ച് വെറ്റ് ഹെയറിലാണ് സത്യം പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് വരിക. അപ്പം എൻ്റെ വെറ്റ് ഹെയർ അല്ല, പിന്നെ എൻ്റെ സ്കാൽപ്പ് അത്യാവശ്യം നല്ല ഓയിലിയാണ്. പക്ഷെ കൊള്ളാം. ഓക്കെ, സോ എൻ്റെ അനുഭവത്തിൽ റേറ്റ് വെച്ച് നോക്കുമ്പം നല്ല വേർത്താണ്. പിന്നെ ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ മസ്റ്റായിട്ടും അടിക്കുക യൂസ് ചെയ്യുന്നതിന് മുന്നേ. പിന്നെ ഇപ്പം നമ്മുടെ ക്ലൈമറ്റ് ഹ്യൂമിഡിറ്റി നല്ലതായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. കാരണം എൻ്റെ പോലത്തെ ഹെയർ കേളി ഫ്രിസി ആയിട്ടുള്ള ഹെയറിലൊക്കെ അധികം ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കത്തില്ല. അതിപ്പം ഇതിൻ്റെ കുഴപ്പമല്ല, ഈ ടൂളിൻ്റെ മാത്രം കുഴപ്പമല്ല. എന്ത് ടൂൾ യൂസ് ചെയ്താലും അങ്ങനെ അധികം നേരം കിടക്കത്തില്ല, പിന്നെയും ബാക്ക് ടു ചകിരിയാകും. അപ്പം അത് കഴിഞ്ഞിട്ടൊരു സെറ്റിംഗ് സ്പ്രേയും കൂടെ യൂസ് ചെയ്താൽ, സെറ്റിംഗ് സ്പ്രേ ഒരു 8 hours ഒക്കെ നിൽക്കുന്ന സെറ്റിംഗ് സ്പ്രേ ആണെങ്കിൽ സെറ്റായിട്ട് വർത്താവും. സോ ബൈ.